മിഡിൽ ഈസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഈ സിറിയ വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വ്യക്തിയില്ലേ, ഈ സിസേഴ്സ് വെച്ച് ഇങ്ങനെ കാണിക്കുന്ന വ്യക്തി HTSൻ്റെ ആളാണ്. എന്തിനാണ് സിസേഴ്സ് ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഇസ്രായേൽ സിറിയയുടെ ഡമസ്കസിൽ HTSൻ്റെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തുടരെ ഷെല്ലിംഗ് ആയിരുന്നു. ഷെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഷെല്ലിംഗ് ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ മേളിലാണ് ഈ ഒരു ഷെല്ലിംഗ് മൊത്തം നടന്നത്. ഇതെല്ലാം തന്നെ ഈ HTSൻ്റെ തീവ്രവാദികളാണ് നടത്തിയത്. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കുറേ ഉണ്ട് അവിടെ. ഞാൻ പറഞ്ഞ ഈ ഒരു SDF കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൂട്ടമായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് വന്നിരിക്കുകയാണ്. എന്തിനാണ്? ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണം നടത്താൻ. അമേരിക്ക തുർക്കിയുമായിട്ട് ജോയിൻ ചെയ്ത് ഏതാണ്ട് 300-ലധികം ടാങ്കുകളാണ് ഇപ്പം ഒരു 4-5 ദിവസത്തിന് മുമ്പ് കൊടുത്തയച്ചത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകളാണ് സിറിയയുടെ എയർ സ്പേസിൽ പറന്ന് കളിക്കുന്നത്. അവർ തുടർച്ചയായിട്ട് ആക്രമണം നടത്തും എന്ന് തന്നെയാണ് പറയുന്നത്. എയർ സ്ട്രൈക്ക് നടത്തുന്നതിന് മുമ്പ് തന്നെ ജൊലാനിക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യും, ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് സിറിയയുടെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇപ്പം നിലവിലെ HTSൻ്റെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ എൻട്രൻസുകളാണ് തകർത്ത് കളഞ്ഞത്. എൻട്രൻസ് തകർത്തതിന് പ്രത്യേക കാരണമുണ്ട്, അത് സൂചനയാണ്. ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ, ഷെല്ലാക്രമണങ്ങൾ ഇതേപോലെയുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വാതിലിലേക്ക്, അതായത് ഈ ഒരു എൻട്രൻസിലേക്ക് ഇട്ട ആ ബോംബ് ഉള്ളിലേക്ക് ഇടാൻ വലിയ സമയതാമസമൊന്നും വേണ്ട എന്നുള്ള സൂചനയാണ് ഇസ്രായേൽ കൊടുത്തത്. അതുപോലെ യുവമാർ നടത്തുന്ന പീഡനങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ പീഡനങ്ങൾ മനസ്സിലായോ? അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ അവർ മീശ വടിക്കില്ല, അതേപോലെ തന്നെ താടിയും ഷേവ് ചെയ്യത്തില്ല. താടിയും മീശയും നീട്ടി വളർത്തുക എന്നുള്ളതാണ് അവരുടെ ആചാരത്തിന്റെ പരമാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചാബികളൊക്കെ ഇല്ലേ, അതേപോലെ അതുപോലത്തെ സംഭവം. അപ്പൊ അത് പോയി ആ മീശയൊക്കെ പിടിച്ച് വലിക്കുകയാണ് ഇവന്മാർ. ഇതൊക്കെ എന്ത് തരത്തിലുള്ള നൊട്ടോറിയസ് ആയിട്ടുള്ള പ്രവൃത്തികളാണ് നോക്കൂ. ഇപ്പൊ ഇസ്രായേൽ എന്തുകൊണ്ടാണ് യവന്മാരെയൊക്കെ പോയി അടിക്കുന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത്രയും ഡീപ്പായിട്ട് ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ എടുത്തിടാനും പോകുന്നില്ല. അവരൊക്കെ പല രീതിയിലുള്ള പ്രീണനങ്ങളുടെ പേരിലാണ് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുക. ഇതൊക്കെയാണ് യുവമാർ ചെയ്യുന്ന നൊട്ടോറിയസ് തലത്തിലുള്ള ചില തീവ്ര പ്രവർത്തനങ്ങൾ. നോക്കൂ, ഇത് എത്ര സില്ലി ആയിട്ടുള്ള പ്രവൃത്തികളാണ് യുവമാർ കാണിക്കുന്നുള്ളത്. എന്ത് മെച്യൂരിറ്റിയാണ് ഇവന്റെ തലച്ചോറിനൊക്കെ ഉള്ളത്. ഇതാണ് ആ സിസേഴ്സ് ഞാൻ കാണിച്ചതിന്റെ ആ ഒരു സൂചന. ആ സിസേഴ്സ് മേടിച്ച വ്യക്തി ഇത് ഈ അവന്മാരുടെ താടിയും, അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽ അവരുടെ വിശ്വാസത്തിന്റെ രീതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ താടിയും മീശയും വെച്ചിരിക്കുന്നത്. അത് പോയി മുറിച്ചെടുക്കാനാണ് ഇവന്മാർ ഈ സിസേഴ്സും കൊണ്ട് നടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവർക്ക് എത്രമാത്രം വൈകൃതമായിട്ടുള്ള മാനസികാവസ്ഥയാണുള്ളതെന്നുള്ളത്. ഇന്ന് IDF സിറിയയുടെ ഫോഴ്സിന്റെ മേളിലും HTSന്റെ മേളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ വണ്ടിക്കുള്ളിലിരുന്ന് കുയ്യോ മുയ്യോ എന്നൊക്കെ ഒച്ചയൊക്കെ വെക്കുന്നുണ്ട് മിസൈൽ പോയി പതിക്കുമ്പോഴത്തേക്കും. എന്തിനാണ് ഇങ്ങനത്തെ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത്? ഇസ്രായേൽ തീർച്ചയായിട്ടും ഡ്രൂസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും. കാരണം ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റി നല്ല പ്രഷർ ഇടുന്നുണ്ട്. ഇന്നലെ നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം അവിടെ നടക്കുകയുണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെ ഇസ്രായേൽ ഇതിൽ നോക്കി നിൽക്കത്തില്ല. ട്രംപ് പറഞ്ഞിട്ടും ഒരു മൈൻഡും ചെയ്യാതെ തന്നെയാണ്. അതായത് ഇസ്രായേൽ പറയുന്നത് അവർ ഗേറ്റ് ചാടി അങ്ങ് ഇറങ്ങി പോവാണ്, നമുക്കൊന്നും തടയാൻ കഴിയില്ല, നമ്മുടെ സിറ്റിസൺസ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു റിപ്ലൈ ആണ് ട്രംപിന് കൊടുത്തത്. ട്രംപിന്റെ വളരെ അടുത്ത ആൾക്കാരാണല്ലോ HTS. അവരെ പറഞ്ഞു നിർത്തിക്കൂടെ? സൗദി അറേബ്യയിലേക്ക് വന്നപ്പോഴത്തേക്കും ഹാൻഡ് ഷേക്ക് ഒക്കെ ചെയ്തതല്ലേ. ഇപ്പൊ ട്രംപിന് ഇത് വിളിച്ച് പറഞ്ഞ് നിർത്താന്നല്ലേ ഉള്ളൂ. സിറിയ ഇസ്രായേൽ ബോർഡറിലാണ് ഈ ഒരു ഷൂട്ടിംഗ് നടന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ സിറിയയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപ്പുറത്ത് നിന്ന് ഈ ഒരു വെടിവെപ്പ് ഇങ്ങോട്ട് നടന്നത്, ബോർഡർ സൈഡിൽ. അത് തുരത്താൻ വേണ്ടി വെടിവെച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഫയർ ക്രിയേറ്റ് ചെയ്ത് ഈ ജനങ്ങളെ അപ്പുറത്തോട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെടിവെച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ ബോർഡർ മേഖല നല്ല രീതിയിലുള്ള ക്ലാഷ് ആണ്. ഇപ്പൊ ഇങ്ങനെ തീ കൊളുത്തി വിട്ടതെന്ന് നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പുറത്ത് വരണം. ഇതിപ്പോൾ റിയൽ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാനിപ്പോൾ എടുത്തിടുന്നത് നിങ്ങൾക്ക്. അപ്പൊ ഇത് രണ്ട് സൈഡിലുമുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ജനങ്ങളാണ് ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്. ഒരു സൈഡിൽ ഇസ്രായേലിന്റെ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു സൈഡിൽ സിറിയയുടെ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും അതേപോലെ ബദൂ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയും തമ്മിലാണ്, ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് ഈ ഒരു ക്ലാഷ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു HTS എന്ന് പറഞ്ഞ ഈ ഒരു അതിലുപരിയായിട്ട് ഇസ്രായേലും തന്നെ ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് നല്ലൊരു ശതമാനം സ്ഥലം കയറി പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ജൊലാനി പറഞ്ഞിരിക്കുന്നത് ഇനി ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ മേളിൽ ആക്രമണങ്ങളൊന്നും നടത്തത്തില്ല,
അങ്ങനെ നടത്തുന്ന ആൾക്കാർക്ക് മേളിൽ ഞാൻ നിയമ നടപടി എടുക്കും. പക്ഷെ എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് നിലവിലെ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു വിഷയം കൂടി വളരെ സീരിയസ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ തീവ്ര ഓർത്തഡോക്സ് നിലപാടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ IDFന്റെ ആ ഒരു സർവീസ് ഇവർ ചെയ്യാറില്ല. ഏത് ഈ മിലിറ്ററി യുദ്ധത്തിന് പോകാറില്ല. ഇവർ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ തന്നെ വളരെ തീവ്ര നിലപാടുള്ള ഒരു കൂട്ടരാണ്. ഈ മതപുരോഹിതന്മാരെ പോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നെസറ്റിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ, നെസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാർലമെന്റ് പോലെ നിങ്ങൾ കരുതിക്കോ. അപ്പോൾ അങ്ങനെ നെസറ്റിലെ സീറ്റ് എന്ന് പറയുന്നത് 120 സീറ്റുകളാണ്. ഫ്രാക്ഷൻസ് ഉള്ളത് 13 ഫ്രാക്ഷൻസ് ഉണ്ട്. ടോട്ടൽ കോalition പാർട്ടികൾ എന്ന് പറയുന്നത്, ടോട്ടൽ കോalition സീറ്റ് എന്ന് പറയുന്നത് 61 സീറ്റുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾക്ക് വിജയിച്ച് ഭരണത്തിൽ വരണം എന്നുണ്ടെങ്കിൽ 61 സീറ്റ് വേണം. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നെതന്യാഹുവിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ടിയാണ് നെതന്യാഹുവിന്റെ പാർട്ടി. അതിന് 32 സീറ്റാണ്. അതുപോലെ തന്നെ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടി ഷാസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിക്ക് 11 സീറ്റാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഇല്ലേ സ്മൂട്രിച്ച്, ബെസായൽ സ്മൂട്രിച്ച് എന്ന് പറഞ്ഞ റിലീജിയസ് സയനിസം പാർട്ടി, അയാൾക്ക് 7 സീറ്റുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി മിനിസ്റ്ററിൽ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇത്താമർ ബെൻഗിവറിന്റെ പാർട്ടിയാണെങ്കിൽ ജൂവിഷ് പവർ പാർട്ടി എന്നാണ്, അയാൾക്ക് 6 സീറ്റുണ്ട്. അപ്പം പിന്നെ അതുകൂടാതെ ഒരു നാഷണൽ റൈറ്റ് വിങ് പാർട്ടി ഉണ്ട്, അതിന് 4 സീറ്റുണ്ട്. പിന്നെ നോം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, അതിന് 1 സീറ്റുണ്ട്. ഇതാണ് ഇസ്രായേലിന്റെ നെസറ്റിലുള്ള ആ ഒരു പിന്നെ പാർട്ടികളുടെ ആ ഒരു ഫ്രാക്ഷൻസിൽ വരുന്ന ഒരു രീതി. ഇതിനകത്ത് ഇപ്പം ഈ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടി ഷാസ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി 11 സീറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ ഈ മിലിറ്ററി ഓപ്പറേഷൻസിൽ പങ്കെടുക്കാറില്ല. അവരുടെ കുട്ടികളെയും അവർ ഇതിനു വേണ്ടി വിടാറില്ല. അപ്പോൾ ഇപ്പം പാർലമെന്റിന്റെ ഉള്ളിൽ ഈ നെസറ്റിന്റെ ഉള്ളിൽ നടത്തിയ ചർച്ചയിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള രാജ്യസേവനം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിലൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല, പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട്. പക്ഷെ അതിൽ അവർക്ക് വിയോജിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെന്താണ് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ ഒരു കോalitionൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇപ്പം നെതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിൽ നിന്നും അവർ പിൻവലിയാണെന്നാണ് അവർ പറയുന്നത്. ഇതുവരെ ഒഫീഷ്യലി അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല, പക്ഷെ അവർ പറയുന്നുണ്ട്. ഷാസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി നെതന്യാഹുവിന് ലിക്വിഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്ന പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ 11 സീറ്റ് നഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ വീണ്ടും ഇലക്ഷൻ വരും. പിന്നെ അഥവാ ഇവർ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 2 മാസത്തെ ടൈമൊക്കെ ഉണ്ടാവും. ഒരു ഇയർ എൻഡോടുകൂടി ഒരു ഡിസംബറോട് കൂടിയൊക്കെ ആയിരിക്കും ഒരു ഇലക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇനിയും കുറച്ച് നാൾ, ഒരു 4-5 മാസം കൂടി ഇനിയും പോവും, അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ പോവും. പക്ഷേ ഇസ്രായേലിന്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റിയാണ്. ഇപ്പം നിലവിൽ ഈ 2-2.5 വർഷമായിട്ട് നെതന്യാഹുവാണ് ഇത്രയും ലോങ് പീരീഡിൽ അവിടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ. ഈ രീതിയിലുള്ള കോalition പാർട്ടികളാണ് തുടർച്ചയായിട്ട് ഇപ്പം ഭരണത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥായിയായ ഒരു പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ടാവാത്ത ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഈ ഞാൻ പറഞ്ഞതുപോലെ നെതന്യാഹുവാണ് കുറച്ച് ലെങ്തി ആയിട്ട് അവിടെ ഇരുന്നൊരു പ്രൈം മിനിസ്റ്റർ, അങ്ങനെ വേണമെങ്കിൽ കരുതാം. അപ്പം ഇതാണ് നിലവിലെ അവസ്ഥ. ഇതിലുപരിയായിട്ട് നെതന്യാഹുവിന്റെ മേളിൽ ഒരു ക്രിമിനൽ കേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ട്രംപ് എത്രത്തോളം പറഞ്ഞിട്ടും അതിൽ വലിയ ഉപയോഗമൊന്നും വന്നില്ല. പിന്നെ ഇന്ന് കോടതിയിൽ ട്രയലിന് വേണ്ടിയിട്ട് നെതന്യാഹു പോയ സമയത്ത് അവിടെ മൈക്ക് ഹക്കബെ, അതായത് ഇസ്രായേലിന്റെ അംബാസിഡർ, അമേരിക്കയിൽ നിന്നും നിയമിച്ച ഇസ്രായേലിന്റെ അംബാസിഡർ ആയിട്ടുള്ള മൈക്ക് ഹക്കബെ ഇന്ന് കോടതിയിൽ തന്നെ നേരിട്ട് ഹാജരായിട്ടുണ്ടായിരുന്നു. നെതന്യാഹുവിന്റെ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട് US-ന്റെ ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. കാരണം ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ട്രയലും കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട്, ഈ കേസ് തന്നെ ഒഴിവാക്കണം എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കേസ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്ക് ഹക്കബെ കോടതിയിലേക്ക് വന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വന്ന പാട് തന്നെ നെതന്യാഹുവിൻ്റെ അടുത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ സെക്യൂരിറ്റി മീറ്റിംഗ്, ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നെതന്യാഹുവിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നെതന്യാഹുവിൻ്റെ ഈ ഒരു കേസ് കേൾക്കുന്നത് ഹിയറിംഗ് മാറ്റി വെച്ചിരിക്കുകയാണ്. വീണ്ടും ഇനി ഒരു 1-1.5 ആഴ്ചയ്ക്ക് മാറ്റുകയാണ്. കാരണം ഇപ്പോൾ സിറിയയുമായിട്ട് ഈ ഒരു രീതിയിൽ ഒരു ക്ലാഷ് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇതിൻ്റെ ഹിയറിംഗ് കൂടി മാറ്റുകയാണ്. ഇതാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ എയ്ഡ് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഹമാസിന്റെ തീവ്രവാദികൾ വെടിവെച്ച് 20 പേരെ കൊലപ്പെടുത്തി, 20 സിവിലിയൻസിനെ. എന്നിട്ട് പറയുന്നത് ഹമാസിന്റെ ഓപ്പോണന്റ് ആയിട്ടുള്ള അൽ-ഷബാബ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയാണ് വെടിവെച്ചത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. എന്തായാലും 20 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിലായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കാർക്കും വലിയ പ്രശ്നമില്ല. എന്തായാലും ഇസ്രായേലിന്റെ മേളിലാണ് ഈ ഒരു ബ്ലെയിം വരുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ ഫോറിൻ റെപ്രസെന്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ ഒന്ന് കൺടെംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ മേളിൽ ഒരു തീവ്രവാദ ആക്രമണം നടന്നിട്ട് ഒരു തലത്തിലും, ഒരു ആഗോള തലത്തിലുള്ള ഒരു രാജ്യങ്ങളും അതിനെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് സാർ ഗിദിയോൻ പറയുന്നത്. അതുപോലെ തന്നെ
ഹമാസ് ഒരു വഴിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി ഒക്കെ വരുത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു മാപ്പ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഹമാസിന്റെ സീസ് ഫയർ ടോക്കിലേക്ക്. അപ്പൊ അവർ വഴിക്ക് വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. ഹമാസിന് അത് പോരാ എന്നാണ് പറയുന്നത്. ഹമാസ് വീണ്ടും ഗാസ മുഴുവനും വേണം, പഴയതുപോലെ വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് നെസറ്റിൽ, അതായത് എയ്ഡ് അങ്ങ് നിർത്താം, ഹമാസ് വഴിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എയ്ഡ് നിർത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സിറിയയിലെ ജൊലാനി ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അതായത് ഇനി ഡ്രൂസിനെ ആരെങ്കിലും അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെയൊക്കെ ഞാൻ നടപടിയെടുക്കും, അവരെ പനിഷ് ചെയ്യുമെന്ന് പ്രോമിസ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന് എന്നും കൂടി പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. തീവ്രവാദി ഈസ് ആൽവേസ് തീവ്രവാദി. അവന്റെ മൈൻഡിലുള്ളതെല്ലാം തീവ്രവാദം തന്നെയാണ്. തീവ്രവാദം കൊണ്ടാണല്ലോ ഇയാൾ വളർന്നു വന്നിരിക്കുന്നത്. 2012 മുതൽ അങ്ങ് ഉടനീളം തീവ്രവാദം ചെയ്ത് തന്നെയാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഈ അഹമ്മദ് അൽ ജൊലാനി, അഥവാ ഈ ഒരു അഹമ്മദ് അൽ ഷാര എന്നൊക്കെ പറഞ്ഞ ഈ ഒരു തീവ്രവാദി. അതിലുപരിയായിട്ട് പിന്നെ എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? അപ്പൊ എന്തായാലും ഇതൊരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് ഞാൻ തന്നത്. ഇതിൽ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.